ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 ഒക്ടോബർ മാസഫലമാണ്. അപ്പൊ ഈ ഒരു ഒക്ടോബർ മാസത്തില് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ സാധ്യത, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. അപ്പൊ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളും നമ്മൾ വളരെ വിശദമായി തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ വീഡിയോ എങ്ങനെ കാണണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് എന്റെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗ്നാലും ചിന്തിക്കാം, ചന്ദ്രാലും ചിന്തിക്കാം കേട്ടോ. രണ്ടും വെച്ച് ഒന്ന് വീഡിയോ കാണുന്നത് വളരെ ഉത്തമമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്യൂറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ള രാശിയുടെ ഫലം നിങ്ങൾ അതാത് രാശിഫലം മാത്രം കണ്ടാലും മതിയാവും കേട്ടോ. അതൊരു വീഡിയോയുടെ എങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും തുടക്കം മുതൽ അവസാനം വരെയുള്ള ഭാഗവും കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. കർക്കിടക രാശി. പുനർതം കാല പൂയം ആയില്യം അടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരാണ് കർക്കിടക രാശിക്കാരെന്ന് പറയാം അല്ലെ. അപ്പൊ കർക്കിടക രാശി സംബന്ധിച്ച് ഈ ഒക്ടോബർ 2024 എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്താണെന്ന് നോക്കാം അല്ലെ. തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം 11 നോക്കാൻ സമയമാണ്. അതുപോലെ തന്നെ കർക്കിടകത്തിലേക്ക് ചൊവ്വ രാശി മാറുന്ന സമയമാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 15 ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ വന്നെത്തുന്ന സമയം തന്നെയായിരിക്കും ഈ ഒക്ടോബർ മാസത്തിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു ടൈമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയാം. അപ്പൊ ഇതിനു മുമ്പ് കുറെ കാര്യങ്ങൾ എനിക്ക് യാതൊരു ഗുണവും ഇതിൽ നിന്നുണ്ടായിട്ടില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഇന്നൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു ടൈമായിരിക്കും. അതുപോലെ തന്നെ തൊഴിലൊക്കെ ഉയർച്ചയൊക്കെ പറയാവുന്ന ഒരു സമയം തന്നെയാണ്. ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നവർക്കും നിങ്ങൾക്കും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബിസിനസ് മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നിരുന്നാലും ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. എന്നിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് അതിനൊക്കെ പ്രോഫിറ്റ് വെച്ച് മറികടക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാനേജ് ചെയ്ത് ഈ മാസം കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ടൈം തന്നെയാണ് ഈ ഒക്ടോബർ മാസത്തെ കർക്കിടക രാശിയെ സംബന്ധിച്ചു കേട്ടോ. ഫാമിലി ലൈഫ് കുടുംബമൊക്കെ ആയി നോക്കിക്കഴിഞ്ഞാൽ ശനി 8 നിൽക്കുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒത്തിരി ഒട്ടനവധി വിവാഹ അവസരങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ എന്തൊരു കാര്യവും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അതിനെ മറികടക്കാൻ ശ്രദ്ധിക്കുക. അല്ല അതിനെ ചിന്തിച്ച് അതിനെ വെച്ച് ഭയങ്കര പ്രശ്നങ്ങൾ ഇരട്ടിയാക്കി 1 2 ആക്കി 2 4 ആക്കി 4 8 ആക്കി 8 16 ആക്കി അങ്ങനത്തെ പ്രശ്നത്തിലേക്കൊക്കെ അവർ 8 വന്നാൽ അതിനെ 1 ആക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. 1 ഇല്ലാതെയാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. ഓക്കെ, പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്നാലോ എന്ന ചിന്ത ഉണ്ടാവാനും സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ ക്ഷമയോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധയോടെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ ഉള്ളവര് പ്രണയിനികളാണ്, അല്ലെങ്കിൽ പരസ്പരമായിട്ട് വർഷങ്ങളായിട്ട് പ്രണയിക്കുന്നതാണ് എങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ പരസ്പരം ഒന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു മാസം മറികടന്നെടുക്കാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ കുജനും 12 രാശി മാറുന്ന സമയമാണ്. മനസ്സിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ കർക്കിടക രാശിയെ സംബന്ധിച്ച് കുടുംബം റിലേറ്റഡ് ആയി നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യാഴം 11 നിൽക്കുന്ന സമയമാണ്. ആവശ്യമായ ധനലാഭമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ചൊവ്വ 12 രാശി മാറുന്ന ടൈമാണ്. ഈ സമയത്ത് നമ്മുടെ ഇമോഷൻ, നമ്മുടെ ഫീലിങ്സ് ഫാമിലി മെമ്പേഴ്സ് അത്ര മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്ത് വേണം, ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇമോഷൻസ് ഫീലിങ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് ഓക്കെ, അപ്പൊ ചിലരുണ്ട് എന്റെ മക്കളുടെ കാര്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പറയുന്നത് ഇതെന്താണ്, പൊതുവെ ഇങ്ങനെയാണ്. ഓക്കെ, അല്ലാതെ ഒരാളെ കുറ്റം പറയുന്നയോ അങ്ങനെയൊന്നുമല്ല. സോ ഇങ്ങനെയാണ് ഗ്രഹനില അല്ലെങ്കിൽ രാശിയുടെ ഫലം എന്ന് പറയാ, അത് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് മക്കളോട് സ്നേഹമില്ല, നിങ്ങൾക്ക് പേരൻസിനോട് സ്നേഹമില്ല, ആ ഒരു രീതിയല്ല ഞാൻ പറയുന്നത്. സോ നിങ്ങളുടെ ഇമോഷൻസ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധ്യത. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാളെ മനസ്സിലാക്കണേ. ഓക്കെ, ഇപ്പൊ ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇത് മനസ്സിലാകുക എന്ന് പറയാം. ഓക്കെ, നമ്മളത് എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഓക്കെ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ, ചിലർക്ക് കത്തി വരാൻ ഭയങ്കര താമസമായിരിക്കും. നമ്മൾ ചിലതിനൊക്കെ കളിയാക്കാൻ ട്യൂബ് ലൈറ്റ് ഒക്കെയാണ് പറയാറുണ്ട്. ഓക്കെ, അപ്പം എന്താണ് പയ്യെ മങ്ങിയൊക്കെ തെളിഞ്ഞു പെട്ടെന്ന് ഒറ്റയ്ക്ക് ലൈറ്റ് സ്വിച്ച് ഇടുമ്പോഴേ അങ്ങ് തെളിഞ്ഞ നിർബന്ധമൊന്നുമില്ല. ഓക്കെ,
ഒരു കത്തി വരാൻ കുറച്ച് താമസം എടുക്കും ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ അല്ലെ. നമ്മൾ എന്തൊരു കാര്യങ്ങളും പറയുമ്പോഴായാലും ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒരു രീതി, പക്ഷെ അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ വേറെ ടൂണ്ട്. അവര് മനസ്സിലാക്കി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കണം, ഓ ഇത് ഇങ്ങനെയാണ് അർത്ഥം ഉണ്ടല്ലോ, അല്ല ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഇങ്ങനെയാ അവർക്ക് ചിന്തിക്കാമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് പല രീതിയിലായിരിക്കും അല്ലേ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കുറ്റമായിട്ടോ ഒന്നും അല്ല പറയുന്നത് കേട്ടോ. അത് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളും അവരുടെ ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയില്ല പ്രശ്നം എന്താ വെച്ചാൽ അത് കുറച്ച് നമുക്കൊരു ഒരു ദൃഢത കുറയാൻ സാധ്യതയുണ്ട് അല്ലെ. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അത് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളുടെ പങ്കാളിയുടെ ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. അതൊരു വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരു വക്രത്തിൽ വരുന്ന സമയമാണ്. നമുക്ക് നല്ല രീതിയിൽ അറിവൊക്കെ തെളിഞ്ഞു കിട്ടുന്ന സമയമായിരിക്കും. നല്ല രീതിയിൽ ബുദ്ധി പ്രകാശിക്കുന്ന സമയമാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കോഴ്സൊക്കെ പഠിക്കാനൊക്കെ പറ്റുന്ന സമയമൊക്കെയാണ്. നമുക്ക് എന്ത് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള പഠനത്തിനൊക്കെ പോകാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ 8 ശനി വരുന്ന സമയമാണ്. വാഹന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റോഡിൽ നടന്നു പോകുകയാണെങ്കിൽ പോലും ശ്രദ്ധിച്ച് തന്നെ ജാഗ്രതയോടെ പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉത്തമമായിരിക്കും. കുജൻ 1-ാം ഭാവത്തിൽ വരുന്ന സമയമാണ്. നമുക്ക് അത്ര ഇമോഷണൽ കൺട്രോൾ ഒന്നും കിട്ടുന്നതല്ല. സോ നമ്മുടെ ഇമോഷണൽ കൺട്രോളൊക്കെ ഒന്ന് ബ്രേക്ക് ആവാനും നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട്. സോ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കർക്കിടക രാശിക്ക് കുറച്ച് പ്രാർത്ഥനയൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്താൽ നല്ല ഉത്തമമായിരിക്കും കേട്ടോ. ഇന്ന് മുടങ്ങിപ്പോയ പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുനരാരംഭിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഇച്ചിരി ഉത്തമമാണ്. ഇനി പ്രാർത്ഥനയ്ക്കാൻ പറ്റില്ല, മെഡിറ്റേഷൻ നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയൊക്കെ ചെയ്താൽ മതി. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ. ഇത്ര കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് കേട്ടോ. ഇതെല്ലാമാണ് മേടം മുതൽ മീനം വരെയുള്ള രാശിഫലം എന്ന് പറയുക. അപ്പൊ ലഗ്നാളും ചന്ദ്രാളും ഫലം കണ്ടിട്ട് നിന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്കൊരു അക്യൂറേറ്റ് ആയിട്ട് നമ്മുടേതായിട്ട് കുറച്ചെങ്കിലും ഒക്കെ അക്യൂറേറ്റ് ആയി വരാൻ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മളൊരു ചന്ദ്രാൾ മാത്രം കണ്ടു വീഡിയോ, അപ്പം നമുക്ക് എന്താ മനസ്സിലാവുള്ളൂ, നമ്മുടെ മനസ്സ് ഇങ്ങനെയൊക്കെയാണ്, മനസ്സിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് നടക്കുക. അല്ലെങ്കിൽ നമ്മൾ ലഗ്നാൾ മാത്രം കണ്ടു, ഇങ്ങനെയൊക്കെ വിധിയൊക്കെ സംഭവിക്കും, പക്ഷെ നമുക്ക് എങ്ങനെ അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പം ലഗ്നാളും ചന്ദ്രാളും കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ചുകൂടി നല്ല അക്യൂറേറ്റ് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ദശാനാഥൻ ആരാണ്, ഇപ്പൊ അപകാരം ഏതാണ് നടക്കുന്നത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേഴ്സണായിട്ടായിട്ട് നോക്കിയാലാണ് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ടുള്ള ഫലത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊന്നും പറ്റൂല. നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ മാസവും തന്നെ ഇങ്ങനെ പ്രെഡിക്ഷൻസ് നോക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പം എപ്പോഴൊക്കെയാണ് നമുക്ക് പേഴ്സണലൈസ്ഡ് കസ്റ്റമൈസ്ഡ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശുഭകാര്യം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ നടത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുന്നു, ഒരു ഓഫീസ് തുടങ്ങുന്നു, ഒരു ബിസിനസ് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിത്ത ബിസിനസ് തുടങ്ങുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശുഭകർമ്മങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് നമ്മുടെ മന്ത്ലി പ്രെഡിക്ഷൻ എടുത്ത് നോക്കുന്നു, നല്ലതായിരിക്കും. ആ മാസത്തിൽ ഞാൻ അത് ചെയ്താൽ കൊള്ളാവോ, നല്ലതാണോ എന്നൊക്കെ നോക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതല്ല പൊതുവേ നമ്മളൊരു നോർമൽ ലൈഫാണ് ജീവിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ആ ലഗ്നവും ചന്ദ്രാളും എടുത്ത് കണ്ടിട്ട് കേട്ടോ. ഇപ്പൊ 2 രാശിയുടെ ഫലം കണ്ടവർ, ഇപ്പൊ ലഗ്നം മേടമാണ്, ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലാണെങ്കിൽ 2 ഫലം കാണും, മേടത്തിന്റെ ഇടവത്തിന്റെയും. നീ തുലാം വൃശ്ചികമാണെങ്കിൽ തുലാം വൃശ്ചികമാണ്, നീ മേടവും മീനും ആണെങ്കിൽ മേടവും മീനും കാണും, ഇനി മേടവും തുലാമാണെങ്കിൽ മേടവും തുലാമിന്റെ ഫലം കാണുക. ഏതൊക്കെ രാശികളാണ് നിങ്ങൾക്ക് വരിക ആ രാശിയുടെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ലഗ്നവും ചന്ദ്രനും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അതനുസരിച്ച് അതേ പറഞ്ഞ കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മൾ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിലാണ് ഏതൊരു സാധാരണ വ്യക്തിക്കും മനസ്സിലാകണം. അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാക്കി നല്ല തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്ത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജന വഴിപാടും പേര് നക്ഷത്രം ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പേര് നക്ഷത്രം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്തു, ഹോമങ്ങൾ ചെയ്തു, പൂജകൾ ചെയ്തു, എന്തൊക്കെ ചെയ്തു, ഏലസുകൾ ധരിച്ചു, യന്ത്രങ്ങൾ ധരിച്ചു. ഇതുകൊണ്ടൊന്നും അങ്ങനെ നമുക്കൊരു പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ ശക്തി നമുക്കുണ്ട് അല്ലെ, ഇതിനൊരു ഊർജ്ജമുണ്ട്, എനർജി ഉണ്ട്. പക്ഷെ ഇതിനൊക്കെ ഉപരി നമുക്ക് കൃത്യമായ ഈശ്വര പ്രാർത്ഥന, നമ്മുടെ കുടുംബത്തിൽ കൃത്യമായ ഈശ്വര ആരാധന ഉണ്ടോ ഇല്ലയോ, അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ, ഇഷ്ടദേവത ഏതാണോ, ഏത് ആചാരമാണോ നമ്മൾ അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ നിലവിൽ മാറ്റം വരുത്തുന്നൊന്നും നില ഞാൻ പറയില്ല. നമുക്ക് ഇഷ്ടമുള്ള ആരാണോ കൃത്യമായിട്ട് നമ്മളൊന്ന് ആരാധിക്കുക, പ്രാർത്ഥിക്കുക. ഇത് കലിയുഗമാണ് അല്ലെ. നാമസങ്കീർത്തനം നടത്തിയ, ഇപ്പം എനിക്ക് മന്ത്രങ്ങളോ പൂജകളോ ഒന്നും അറിയില്ല,
നിങ്ങൾ ഇനിയും അത് മന്ത്രങ്ങൾ പഠിച്ചിട്ടോ അല്ലെ പൂജകൾ പഠിച്ചിട്ടോ വന്നിട്ട് ചെയ്യാനെന്നല്ല പറയുന്നത്. നാമസങ്കീർത്തനം മതി. കലിയുഗത്തിലെ നമ്മൾ ദോഷങ്ങൾ മാറ്റാൻ ഏറ്റവും നല്ലൊരു മാർഗം തന്നെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പം അത് ചെയ്താൽ മതി. എല്ലാവരും കൂടി ഒന്നിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയ സന്ധ്യ നേരത്ത് എല്ലാവരും കൂടി വീട്ടിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് ആ ഒരു ഈശ്വരാരാധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ തന്നെ കുറയും. നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം, നമ്മുടെ വീട്ടിൽ നമ്മൾ അടുപ്പിച്ച് കുറച്ച് നാൾ ഇത് ചെയ്തു നോക്കിയേ, ഉറപ്പായിട്ട് റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ലൈഫിൽ നിങ്ങൾക്ക് ഇച്ചിരെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എത്ര വലിയ ദോഷങ്ങൾ ആളുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ദോഷത്തിനൊക്കെ പരിഹരിക്കാൻ എന്ത് പറ്റും? നമുക്കും പറ്റും. ഓക്കെ, നമുക്ക് എന്തുകൊണ്ടത് പറ്റാത്ത വരണേ? നമുക്ക് കൃത്യമായ ഈശ്വരാരാധനയില്ല, പ്രാർത്ഥനയില്ല. നമുക്ക് എന്താണ് 2 മണി വരെ ഇരിക്കാൻ മടിയില്ല, 3 മണി വരെ ഇരിക്കാൻ മടിയില്ല, 4 മണി വരെ ഇരിക്കാനും മടിയില്ല രാത്രി, അല്ലേ? എന്തുകൊണ്ടായി? ഫോണുകൊണ്ട് ഇരിക്കാൻ. ഓക്കെ, ആ സമയത്ത് ഒരു 1/2 മണിക്കൂർ പോട്ടെ, ഒരു 15 മിനിറ്റ് ആ വിളക്ക് കത്തിച്ച് അതിന് മുമ്പിൽ പോയിരിക്കാൻ എന്താണ്? മടിയാണ്, അല്ലേ? അപ്പം വീട്ടിലുള്ള എല്ലാവരും ഇന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ എല്ലാവരും ഇന്ന് മുതൽ ആ വിളക്ക് കത്തിച്ച് ദീപം തെളിയിച്ച് അതിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നിരുന്ന ഒരു 1/2 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു നോക്കി. അങ്ങനെ ഒരു 21 ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കി. മാറ്റങ്ങൾ ജീവിതത്തിൽ ഉറപ്പാടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഏത് വീഡിയോ ആണ് കണ്ടത്, ആ വീഡിയോയുടെ താരം വന്ന് അതിന്റെ ആ ഒരു മാറ്റം, ഒരു എക്സ്ചേഞ്ച് എന്താണോ ഒന്ന് താരം കമന്റ് ചെയ്യുക. എല്ലാവരും തന്നെ കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത് ചെയ്യാതിരിക്കുമ്പോൾ ഇതുകൊണ്ട് എന്താ, ഒരു വിളക്ക് കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റാ? ഞാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുത്ത് ഹോമം ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് കുറച്ച് തകിട് മേടിച്ചു വെക്കാം. അങ്ങനെ ചെയ്യാതെ ഇതൊക്കെ ഒരു എനർജിയാണ്, അല്ലെ? അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പോലും പ്രകൃതി ഉണ്ടല്ലേ. അപ്പൊ ഒരു കുറച്ചു നേരം ഇന്ന് മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, അല്ലെ താൻ എന്തിനാണോ വിശ്വസിക്കുന്നത് അതിനെ കൃത്യമായിട്ട് ഒന്ന് ആചരിച്ച് മുന്നോട്ട് പോയി നോക്കി. നിങ്ങളുടെ ലൈഫിൽ എന്നാലും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾ ഡൗട്ട് ചോദിക്കാറുണ്ട്, കൺസൾട്ടേഷൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. ആ വാട്സപ്പിൽ അപ്പം നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഓക്കെ, വാട്സപ്പിൽ തന്നെ അവർ മെസ്സേജ് റിപ്ലൈ നൽകുന്നതായിരിക്കും. ഓക്കെ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, കുറേ തവണ വിളിച്ചിട്ടാണ് കിട്ടിയെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ അവരോടാണ് പറയാനുള്ളത്, നിങ്ങൾ വിളിക്കുക, വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. അവർ ഉറപ്പായിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം. നമ്മുടെ ചാനലിൽ സ്പെഷ്യലായിട്ട് കുറച്ച് എപ്പിസോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, മന്ത്ലി പ്രഡിക്ഷൻ ഉപരി വേറെ കുറച്ച് നല്ല സ്പെഷ്യൽ എപ്പിസോഡ്. കാരണം നമ്മുടെ ചാനൽ 25,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു പ്രമാണിച്ച് നമ്മൾ കുറച്ച് വീഡിയോസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് കാറ്റഗറൈസ് ചെയ്ത വീഡിയോസ് വരുന്നുണ്ട്. കൃത്യമായ ടൈമിംഗ് ഒന്നും പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഷെഡ്യൂൾസ് ഒക്കെ കൃത്യമായി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടൈം പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇതുവരെ ഇടാത്ത കുറച്ച് കണ്ടന്റുകൾ, മന്ത്ലി പ്രഡിക്ഷനോ അങ്ങനെ പ്രഡിക്ഷൻസ് ഒന്നും അല്ലാതെ കുറച്ച് വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിരിക്കും കേട്ടോ. മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.